പിന്നില്ലേ ഇന്നുണ്ടല്ലോ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. എൻ്റെ മക്കളുടെ ഫേവറേറ്റ് റെസിപ്പിയും കൂടിയാണ് ഇത്. നമുക്കറിയാം മക്കൾക്ക് ഡെയിലി ഒരേ ഫുഡ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മടുക്കും. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചേഞ്ചസ് വരുത്താന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് കഴിക്കൂട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് എപ്പോൾ കുറുക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ആഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നേന്ത്ര ബനാന പൗഡറാണ്. ഇതെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് ദിയാഷിങ്ക ഓർഗാനിക് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് ആയിരുന്നു. കുഞ്ഞുങ്ങൾക്കും അതുപോലെ അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ് ഇവരുടെ കയ്യിലുണ്ട്. പിന്നെയുണ്ടല്ലോ എൻ്റെ മക്കളുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവർക്ക് ബനാന പൗഡർ വെച്ച് മാത്രം കുറുക്കുണ്ടാക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ അവർ കഴിക്കത്തില്ല. അങ്ങനെയാണ് ഞാൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇതിൽ ആഡ് ചെയ്യാൻ തുടങ്ങിയത്. 8 മാസം തൊട്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ ഫുഡിലൊക്കെ നമുക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അതുപോലെ ഇപ്പൊ ക്യാരറ്റ് യൂസ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടോ അതുപോലെ പംകിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് ഫുഡ് കൊടുക്കുമ്പോഴാണ് അവർ മാക്സിമം കഴിക്കാനായിട്ട് നോക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ ശ്രമിക്കണേ.